ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് ഒരുപാട് പെറ്റ്സും ബേഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഏത് പെറ്റ്സോ ബേഡ്സോ എടുത്താലും നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങണമെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിലും അയക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഷോപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ചാനൽ വഴിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതുപോലെ സെയിലിന് വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിലും പെറ്റ്സും ബേഡ്സും ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൽ അയച്ചു തരാവുന്നതാണ്. ലാൻഡ്സ്കേപ്പിൽ അത് വീഡിയോ എടുത്ത് അയക്കുക. ഫ്രഷ് വീഡിയോ ആയിരിക്കും, വേറെ ചാനലിലും അങ്ങനെ ആർക്കും അയച്ചു കൊടുക്കാത്ത ഫ്രഷ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാനായിട്ട് അയച്ചു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ നേരെ എന്തൊരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡൻ ഫിഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ആണ്. 2200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2200 രൂപയാണ് റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കോഡ് നമ്പർ 1 ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2200 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ബൾക്ക് സെയിലിന് വന്നിട്ടുള്ള പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കാണാനായിട്ട് പോകുന്ന എല്ലാ പ്രാവുകളും കൂടെ റേറ്റ് വരുന്നത് 17,000 രൂപയാണ് ബൾക്ക് സെയിലിന് കൊടുക്കാനായിട്ട് പോകുന്നത്. പ്രാവ് മാത്രമല്ല, ഒരു അടിപൊളി ഇരുമ്പിലുണ്ടാക്കിയ കേജും സെയിലിന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണാവുന്നതാണ്. എല്ലാം കൂടെ ഈ കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന എല്ലാം കൂടെ ആയിട്ടാണ് 17,000 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൾക്ക് സെയിൽ മാത്രമാണ് കേജും അതോടൊപ്പം തന്നെ പ്രാവുകളും കൂടെ ആയിട്ട് എല്ലാം കൂടെ ആയിട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ടോട്ടൽ പ്രൈസ് വരുന്നത് 17,000 രൂപ. ബാക്കി പ്രാവുകളൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലിപ്പിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ സെയിലിന് നോക്കാനായിട്ട് പോകുന്നത് കാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മെയിൽ കാറ്റാണ്. 1.5 വർഷം ഏജ് ആയിട്ടുള്ളതാണ് സെയിലിന് വന്നിട്ടുള്ളത്. റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ഥലം വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1.5 വർഷം ഏജ് ആയിട്ടുള്ള മെയിൽ കാറ്റ് 1800 രൂപയാണ് റേറ്റ്.
അടുത്ത സെയിലിന് നോക്കാനായിട്ട് പോകുന്നത് 2 പോത്താണ് സെയിലിന് വന്നിട്ടുള്ളത്. 65,000 രൂപയാണ് രണ്ടും കൂടെ ആയിട്ട് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന കൊല്ലത്താണ്. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. റേറ്റ് വരുന്നത് 65,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേറെ വീഡിയോയോ ഫോട്ടോയോ അതോടൊപ്പം തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്രീഡറായിട്ടുള്ള കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന സുഹൃത്തിൻ്റെ കോൺടാക്ട് ചെയ്യാം. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 4 ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബർപ്പനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പെയർ അഡൽട്ട് ബർപ്പൻ്റെ റേറ്റഡ് അവർ ചോദിച്ചിരിക്കുന്നത് 800 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. 800 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ളത് 1000 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവുകളാണ് കാണാനായിട്ട് വരുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹോമർ പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1500 രൂപയാണ് ഈ നമുക്ക് ഹോമറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. ലൊക്കേഷൻ കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് സെയിലിൽ നോക്കാനായിട്ട് പോകുന്നത് 1200 രൂപയ്ക്ക് വന്നിട്ടുള്ള ഫീമെയിൽ ഹോമർ പ്രാവുകളാണ് കാണാനായിട്ട് വരുന്നത്. 2 പീസ് അവൈലബിൾ ആണ്. 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ മൂവാറ്റുപുഴയാണ്. ലൊക്കേഷൻ കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 8 മാസം ഏജ് ആയിട്ടുള്ളതും 10 മാസം ഏജ് ആയിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റും. 400 രൂപ, 500 രൂപ, 600 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. പലതും പല റേറ്റാണ് കേട്ടോ. വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 400, 500, 600 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. 8 മാസം 10 മാസം ഏജ് ആയിട്ടുള്ള കോഴികൾ കാണാനായിട്ട് പറ്റും. വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ ഡെയിലി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സബ്സ്ക്രൈബ് ചെയ്താൽ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ, അതായത് നമ്മുടെ പെറ്റ്സിൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വീഡിയോസ് വരുന്നതും ഒരുപാട് വീഡിയോസ് ഞാൻ റിജക്റ്റ് ചെയ്യുന്നതും. കാരണം ഒരുപാട് വീഡിയോ സാധാ മൊബൈൽ പോർട്രേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. അല്ല, ലാൻഡ്സ്കേപ്പിലുള്ള വീഡിയോസ് മാത്രമാണ് ഇടുന്നത്. അത് നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഷോർട്സ് ഇടുന്നില്ല. അപ്പോൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ഞാൻ പറയാം. അതേപോലെ ഇപ്പം ലാൻഡ്സ്കേപ്പ് വീഡിയോസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.